ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ നിങ്ങളുടെ നല്ല ജീവിതം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഒരു ക്രിയേറ്റീവ് ലൈഫ് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ മറിച്ചാണ് സംഭവിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലുള്ള ടോക്സിക് വിഷയങ്ങൾ നിങ്ങൾ കുറച്ചാൽ മതിയാകും. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യേണ്ട 11 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇത് ഉടൻ തന്നെ നോട്ടീസ് ചെയ്യാൻ തുടങ്ങൂ. നിങ്ങളുടെ ജീവിതം എത്ര പെട്ടെന്ന് മാറി മറിയുന്നെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നമ്പർ 1, ലെറ്റിംഗ് ഗോ ഓഫ് പീപ്പിൾ. ടോക്സിക് ആയ ആളുകളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ് ആദ്യം വേണ്ടത്. അത് സുഹൃത്തായാലും പങ്കാളിയായാലും. നമ്മൾ ആരുടെ കൂടെയാണോ ധാരാളം സമയം ചിലവഴിക്കുന്നത്, നമ്മളും അവരെ പോലെ ആകുമെന്ന് എല്ലാവർക്കും അറിയാം. ഒരു മോശം റിലേഷൻഷിപ്പ് എങ്ങനെ അവസാനിപ്പിക്കാമെന്ന് പലർക്കും അറിയില്ല. മറ്റ് മാർഗങ്ങളില്ലാതെ നമ്മൾ ഒരുപാട് സമയം അവരോടൊപ്പം ചിലവഴിക്കേണ്ടിയും വരും. ഇതുപോലെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ വ്യക്തിയോടൊപ്പം നിങ്ങൾ എത്രത്തോളം വലിയ സമയം ചിലവഴിച്ചാലും ശരി, ആ സമയം മാറി. ജീവിതത്തിൽ അവരുടെ കാലം കഴിഞ്ഞു. ഇത്തരത്തിൽ ഒരാളെ കഴിഞ്ഞ 10 വർഷമായിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിലും അവർ നിങ്ങളുടെ ജീവിതത്തിന്റെ മുന്നേറ്റത്തിന് തടസ്സമായി വന്നാൽ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ, തീർച്ചയായും അവർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകേണ്ടതാണ്. അവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പുകൾ ആരോടും പറയാതെ തന്നെ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. നമ്പർ 2, ഫീലിംഗ് സോറി ഫോർ യുവർ സെൽഫ്. ഒരു വ്യക്തി അയാളെ പറ്റി ചിന്തിച്ച് വിഷമിക്കുന്നതിനേക്കാൾ മോശം പ്രവൃത്തി മറ്റൊന്നില്ല. ജീവിതം വളരെ ബുദ്ധിമുട്ടേറിയതായിരിക്കും. എന്നാൽ നിങ്ങളുടെ കഥ എന്ത് തന്നെ ആയാലും, നിങ്ങൾ ഏത് സാഹചര്യത്തെ നേരിടുകയാണെങ്കിലും ഒരു വ്യക്തി അവനെപ്പറ്റി ചിന്തിച്ച് വിഷമിക്കാൻ പാടില്ല. അത് നിങ്ങളെ വീക്കാക്കും. നിങ്ങൾ ഇനിയും പരാജയപ്പെടുന്നതിനുള്ള എക്സ്ക്യൂസ് നിങ്ങൾക്ക് നൽകും. ഒരു നല്ല കാര്യവും ഇതിൽ നിന്നുണ്ടാകുകയുമില്ല. പുറത്ത് നിങ്ങളെക്കാൾ ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെന്ന കാര്യം എപ്പോഴും സ്വയം ചിന്തിക്കുക. അവരും ഇതുപോലെ ചിന്തിച്ചിരുന്നത് കൊണ്ടാണ് ജീവിതത്തിൽ വിജയിക്കാതെ പോയത്. നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നതിനുള്ള മാർഗങ്ങളാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. സ്വയം ബുദ്ധിമുട്ടുകൾ ഓർത്ത് വിഷമിക്കുന്നതിന് പകരം ആ പെയിൻ യൂസ് ചെയ്ത് ഉയരങ്ങളിലേക്ക് എത്തുക. നമ്പർ 3, കോൺഷ്യസ് യൂസ് ഓഫ് സോഷ്യൽ മീഡിയ. രണ്ട് വശവും മൂർച്ചയുള്ള ഒരു കത്തി പോലെയാണ് സോഷ്യൽ മീഡിയ. നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ധാരാളം പണം സമ്പാദിക്കാനും സാധിക്കും. നിങ്ങളുടെ ജീവിതം മാസീവായി ഇംപ്രൂവ് ചെയ്യാം. എന്നാൽ നിങ്ങൾ മുഴുവൻ സമയവും ഇതിൽ ചെലവഴിച്ച് ജീവിതം നശിപ്പിക്കാനും ഇടയുണ്ട്. പലരും കോൺഷ്യസ് ആയിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറില്ല. അവർ സ്ക്രോൾ ചെയ്ത് മറ്റുള്ളവരുടെ ജീവിതം നോക്കിക്കൊണ്ടിരിക്കും. ഇതുമൂലം അവരുടെ മെന്റൽ ഹെൽത്ത് സഫർ ചെയ്യും. നിങ്ങൾ മറ്റുള്ളവരുടെ പ്രൊഫൈൽ നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ വലിയ കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതവുമായി താരതമ്യപ്പെടുത്താൻ ശ്രമിക്കും. ഇത് നിങ്ങൾക്ക് അതൃപ്തി ഉളവാക്കിയേക്കാം. ഇത് നിങ്ങൾക്ക് വളരെയധികം ദോഷം ചെയ്യുന്നതിനാൽ സോഷ്യൽ മീഡിയയിൽ ചിലവഴിക്കുന്ന സമയപരിധി കുറയ്ക്കണം. നിങ്ങളൊരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി ഒരു ലൈബ്രറിയിൽ പോകുന്നതായി വേണം ചിന്തിക്കാൻ. ഉള്ളിൽ ചെല്ലുക, നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത് തിരയുക. അതൊരു ഇൻഫർമേഷനോ ഇൻസ്പിറേഷനോ ആകാം. അതിനുശേഷം അത് വിട്ടിട്ട് നിങ്ങളുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക് മടങ്ങി വരിക. വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ ചില സമയങ്ങൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ സമയങ്ങളിൽ ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറില്ല. ഈ സമയങ്ങളിൽ ഞാൻ ട്രെയിനിലോ അല്ലെങ്കിൽ കുടുംബാംഗത്തോടൊപ്പമോ സമയം ചിലവഴിക്കും. കൂടാതെ സോഷ്യൽ മീഡിയയിൽ ഞാൻ പ്രവേശിക്കുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും ഉപയോഗപ്രദമായ കാര്യത്തിന് വേണ്ടിയാണോ വന്നതെന്നും അല്ലെങ്കിൽ വെറുതെ സമയം ചിലവഴിക്കാനാണോ വന്നതെന്നും ചിന്തിക്കും. നിങ്ങൾ സോഷ്യൽ മീഡിയ എന്തിന് ഉപയോഗിക്കുന്നു എന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുമ്പോൾ ഇത് നിങ്ങളുടെ ബ്രെയിനിന് കോൺഷ്യസ് ആയി മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളൊരു പർപ്പസിന് വേണ്ടിയിട്ടാണോ അതോ വെറുതെ നേരം പോകാൻ വേണ്ടിയിട്ടാണോ ഇത് ഉപയോഗിക്കുന്നത് എന്ന്. നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ ഒരു ബ്രേക്ക് എടുക്കുക. നിങ്ങളുടെ യഥാർത്ഥ ജീവിതത്തിൽ ഏത് കാര്യമാണോ ഇഷ്ടപ്പെടുന്നത് അതിൽ സമയം കണ്ടെത്തുക. ഒരു ബുക്ക് വായിക്കുകയോ മറ്റ് ഹോബികളിൽ ഏർപ്പെടുകയോ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുകയോ ഒക്കെ ചെയ്യാം. ഇത് നിങ്ങളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ സൗന്ദര്യം വീണ്ടും കണ്ടെത്തുന്നതിനും സഹായിക്കും. നമ്പർ 4, സെൽഫ് ഡൗട്ട്. നമ്മുടെ ഗോൾ നേടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമുക്കെതിരെ വരുന്ന ശത്രുവാണ് സംശയം. ഇത് നമ്മുടെ കോൺഫിഡൻസ് പൂർണ്ണമായും ഇല്ലാതാക്കി നമ്മളെ വിജയിക്കാൻ അനുവദിക്കാതെ അകറ്റി നിർത്തും. ധാരാളം മോട്ടിവേഷൻ സ്പീക്കേഴ്സ് നിങ്ങളോട് പറയും നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കൂ എന്ന്. എന്നാൽ നിങ്ങളുടെ സംശയം ശക്തമായിരുന്നാൽ ഇത് പ്രയോജനപ്പെടില്ല. നിങ്ങളൊരു കോടീശ്വരനാകണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ധാരാളം സംശയങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്കൊരു കോടീശ്വരനാകാനുള്ള കഴിവില്ലെന്ന് തോന്നും. ആ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ അത് നേടുമായിരുന്നു. ഇങ്ങനെ ചിന്തിക്കുന്നതിന് പകരം നിങ്ങളുടെ ലക്ഷ്യത്തെയും നിങ്ങളെയും ഒബ്ജക്റ്റീവായി നോക്കൂ. 2.0 വേർഷനിൽ നിങ്ങൾ പിക്ചർ ചെയ്യുക. നിങ്ങൾ ഇതിനോടകം അത് നേടിയതുപോലെ അവരെ കൊണ്ട് എങ്ങനെ ഇതിന് സാധിച്ചെന്ന് നിങ്ങൾ സ്വയം ചോദിക്കുക. കൂടാതെ നിങ്ങൾ അവരായി തീരുന്നതുവരെ നിങ്ങളുടെ 2.0 പതിപ്പിനെ പിന്തുടരുക. നമ്പർ 5, ലെറ്റ് ഗോ ഓഫ് റീസെന്റ്മെന്റ്. ധാരാളം പേർ അവർക്കറിയാതെ തന്നെ അവരുടെ ഉള്ളിൽ വെറുപ്പ് വളർത്തിയെടുക്കും. അവരെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവരെക്കുറിച്ചോ ആയിരിക്കാം. അവരുടെ ഉള്ളിൽ ഒരു വിധത്തിലുള്ള വെറുപ്പുണ്ടായിരിക്കും.
ഇത് അവരെ ആന്തരിക സമാധാനത്തിൽ നിന്ന് അകറ്റി നിർത്തും. ഒരു മോശമായിട്ടുള്ള വെറുപ്പ് എങ്ങനെ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ഒരുപാട് നാളുകൾ എനിക്കും ഇതുണ്ടായിരുന്നു. അതിനാൽ ഒരു കാര്യം പറയാം, നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താനുള്ള ശക്തമായ ഊർജ്ജസ്രോതസ്സായിരിക്കുകയാണ് വേണ്ടത്. വെറുപ്പ് ഒരുപാട് നാൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് നിങ്ങളെ നശിപ്പിക്കും. അതുകൊണ്ട് നിങ്ങളുടെ വെറുപ്പ് ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള വഴിയിൽ ഉപയോഗിച്ചതിന് ശേഷം അത് വിട്ടുകളയാൻ നിങ്ങൾ പഠിക്കണം. മറ്റുള്ളവരോട് ക്ഷമിക്കാനും നിങ്ങൾ ശീലിക്കണം. കാരണം ക്ഷമയാണ് ആന്തരിക സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും യഥാർത്ഥ താക്കോൽ. നമ്പർ 6, റിമൂവ് ദ നോയ്സ്. ന്യൂസ്, സോഷ്യൽ മീഡിയ എന്നിവയിൽ നിന്നെല്ലാം ധാരാളം നോയ്സുകൾ ഉണ്ടാകും. നിങ്ങൾക്ക് നോൺ സ്റ്റോപ്പായി വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. എന്നാൽ ചില നേരങ്ങളിൽ നിങ്ങൾ ഈ നോയ്സ് മ്യൂട്ട് ചെയ്യണം. നിങ്ങളുടെ സമയത്തെ ശാന്തമായിരിക്കാൻ മാറ്റുക. ഫോൺ ഓഫ് ചെയ്യുക. സ്വസ്ഥത ലഭിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോകുക. ഒരു കപ്പ് ചായയോ കോഫിയോ കുടിക്കുക. എന്തെങ്കിലും വിഷയത്തെപ്പറ്റി ആലോചിക്കുക. അല്ലെങ്കിൽ ഒന്നും ചിന്തിക്കാതിരിക്കുക. ഈ നിശബ്ദതയിൽ നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ എത്രത്തോളം പരിഹാരങ്ങൾ കിട്ടുമെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്പർ 7, അവോയ്ഡ് കമ്പയറിംഗ് യുവർ സെൽഫ് ടു അതേഴ്സ്. ചില ആളുകൾ നിരന്തരമായി തങ്ങളെ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്താറുണ്ട്. ഇതുമൂലം നിങ്ങളുടെ ജീവിതം തന്നെ പാഴായി പോകും. മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്യുന്നത് ഒരു സ്വാഭാവിക പ്രവണതയാണ്. എന്നാൽ പിന്നീട് ഇത് അനാരോഗ്യകരമായ ഒരു ശീലമായി മാറും. കാരണം നമ്മുടെ സ്വന്തം വളർച്ചയിലും നേട്ടങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് ആലോചിച്ച് സമയം കളയും. ഇത്തരത്തിലുള്ള താരതമ്യം ഉൽപാദനക്ഷമമല്ലെന്ന് മാത്രമല്ല, ഇത് നിങ്ങളെ അപര്യാപ്തതയുടെ വികാരങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. ഒരു കാര്യം ഓർക്കുക, ഓരോരുത്തരുടെ ജീവിതയാത്രയും യുണീക്ക് ആയിരിക്കും. മറ്റൊരാളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജീവിതയാത്രയെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. എന്നാൽ നിങ്ങൾ ആരെങ്കിലുമായി മത്സരിക്കുകയാണെങ്കിൽ താരതമ്യപ്പെടുത്തുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ മത്സരിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്യരുത്. താരതമ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സന്തോഷത്തെ മോഷ്ടിക്കുന്ന ഒരു കള്ളനാണെന്ന് വേണമെങ്കിലും പറയാം. ഇത് നിങ്ങൾക്ക് അനാവശ്യ സ്ട്രെസ്സും അതൃപ്തിയും ഉണ്ടാക്കും. അതിനാൽ നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്നും ടാലന്റ് എന്താണെന്നും തിരിച്ചറിയുക. അതിൽ വിജയം കണ്ടെത്താൻ ശ്രമിക്കുക. നമ്പർ 8, അവോയ്ഡ് ഗോസിപ്പ്. സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരാണ് ഗോസിപ്പുകൾ പറയാറുള്ളത്. എന്നാൽ ഇതൊരു തെറ്റായ കാര്യമാണ്. നിങ്ങൾ മോശമായി ഒരാളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അയാളുടെ സ്വഭാവത്തെ അസാസിനേറ്റ് ചെയ്യുകയാണ്. നിങ്ങളോടൊപ്പം ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം ആ വ്യക്തിയെക്കുറിച്ച് ഒരു നെഗറ്റീവ് ധാരണയുണ്ടാകും. മോശം വാർത്തകൾ ഒരു കാട്ടുതീ പോലെ പ്രചരിക്കും. ഒരാളെപ്പറ്റി മോശം കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം. നിങ്ങളെക്കുറിച്ചും ആരെങ്കിലും അത്തരത്തിൽ സംസാരിച്ചാൽ നിങ്ങൾക്കത് താങ്ങാനാകുമോ? ഇല്ലെങ്കിൽ തീർച്ചയായും നിങ്ങളും ആരെപ്പറ്റിയും ഒന്നും പറയാതിരിക്കുക. നിങ്ങൾക്കൊപ്പമുള്ള ആരെങ്കിലും ഗോസിപ്പുകൾ പറയുകയാണെങ്കിലും അവരോടൊപ്പം ചേരാതിരിക്കുക. പോസിറ്റിവിറ്റിയും ഓതന്റിസിറ്റിയും വിലമതിക്കുന്ന ആളുകളുമായി സമയം ചിലവഴിക്കുക. നിങ്ങൾക്ക് മാന്യവും പ്രൊഡക്റ്റീവുമായിട്ടുള്ള ഒരു സംഭാഷണം സൃഷ്ടിക്കാനും സാധിക്കും. നമ്പർ 9, വെയിറ്റിംഗ് ഫോർ ദ പെർഫെക്റ്റ് മൊമെന്റ്. എല്ലാവരും ജീവിതത്തിൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള സമയം വരുന്നതിനായി കാത്തിരിക്കുന്നുണ്ടാകും. ബിസിനസ് ആരംഭിക്കുന്നതിനും ഒരു ദുശീലം അവസാനിപ്പിക്കുന്നതിനുമെല്ലാം ഒരു പെർഫെക്റ്റ് മൊമെന്റ് ഒരിക്കലും വരില്ല. എന്നാൽ ഒരു പെർഫെക്റ്റ് മൊമെന്റ് വരും എന്ന് ഓർത്തിരിക്കാതെ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് എത്രയും പെട്ടെന്ന് ചെയ്യുക. നമ്പർ 10, ഡോണ്ട് ടേക്ക് യുവർ സെൽഫ് ടു സീരിയസ്. നിങ്ങളുടെ ഗോൾ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ഗൗരവത്തോടും അച്ചടക്കത്തോടും കൂടിയിരിക്കണം. എന്നാൽ നിങ്ങളുടെ ജീവിതയാത്രയിൽ സന്തോഷിക്കാനും സമയം കണ്ടെത്തണം. ചിരിക്കുന്നത് നല്ലതാണ്, കാരണം അത് നിങ്ങളുടെ ജീവിതത്തിലെ സമ്മർദ്ദം കുറയ്ക്കും. ഇത് നിങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകി നിങ്ങളെ ഫ്രീ ആയും ലൈറ്റായും വെക്കും. ചില സമയങ്ങളിൽ നിങ്ങളെ വളരെ ഗൗരവത്തോടും അച്ചടക്കത്തോടും കൂടിയായിരിക്കാം ഉണ്ടായിരിക്കുന്നത്. അത് വളരെ നല്ലതാണ്. എന്നാൽ സ്വയം മെച്ചപ്പെടുത്തുന്ന ഒരു വ്യക്തിയായി മാറി വളരെ ഗൗരവമായിരുന്ന് ജീവിതം ആസ്വദിക്കാൻ മറക്കരുത്. നമ്പർ 11, ലെറ്റ് ഗോ ഓഫ് ദ പാസ്റ്റ്. ഒരുപാട് പേർ അവരുടെ ഭൂതകാലത്തിൽ ജീവിക്കുന്നു. എന്നാൽ ഭൂതകാലം അവസാനിച്ചെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. കഴിഞ്ഞ കാലത്ത് നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാനുണ്ടെങ്കിൽ മാത്രമേ ഭൂതകാലത്തിലേക്ക് മടങ്ങി പോകാവൂ. എന്നാൽ ആ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ ജീവിതത്തിൽ മുന്നേറണം. ഇപ്പോഴത്തെ നിമിഷം പാഴാക്കാൻ ഒരു വിഡ്ഢി മാത്രമേ ശ്രമിക്കൂ. എന്നാൽ ഭൂതകാലങ്ങൾ നിങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല. കാരണം അത് സംഭവിച്ചു കഴിഞ്ഞതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിലുള്ളത് ഇപ്പോഴത്തെ സമയമാണ്. ഇതുപയോഗിച്ച് നിങ്ങളുടെ സമയം മെച്ചപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരിക. ഇന്നത്തെ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.